ഹായ് ഹലോ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നും മദേഴ്സ് ടിപ്സ് തന്നെയാണ് കേട്ടോ. മദേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. വീഡിയോ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഇൻ ദിസ് ബാഗ്? ഇത് ഹാൻഡ് ബാഗ് അല്ല കേട്ടോ, എൻ്റെ ഹാൻഡ് ബാഗ് അല്ല. ഹാൻഡ് ബാഗ് ആയിരുന്നു ആൻഡ് നൗ ഇറ്റ്സ് ചേഞ്ച് ടു മൈ ലിറ്റിൽ വൺസ് ഡൈപ്പർ ബാഗ്. ഓക്കെ, ഡൈപ്പർ ബാഗാണ് ഇത്. ഞാനൊരു ഡൈപ്പർ ബാഗായിട്ട് പുതിയതൊന്നും വാങ്ങിയില്ല. ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോൾ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. എനിക്ക് ഇങ്ങനത്തെ പീച്ച് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്, ലൈറ്റ് കളേഴ്സിനോടൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഇത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് 2-in-1 ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി അവളുടെ തിങ്സ് തന്നെയാണ്, എൻ്റേതായിട്ടൊന്നും ഞാൻ എടുക്കാറില്ല. അവളുടെ തിങ്സ് തന്നെയാണ്. ഞാനിപ്പോൾ ചെറിയ യാത്രയാണെങ്കിലും, അതായത് ഇപ്പോൾ 2 hours ഒരു ട്രാവൽ ആണെങ്കിലും 1 hour ട്രാവലിനാണെങ്കിലും ഈവൻ മോർണിംഗ് ടു ഈവനിങ് വരെ ആണെങ്കിലും നമ്മൾ എടുക്കുന്നത്. ഈവൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡൈപ്പർ ബാഗ് വാങ്ങിക്കുകയാണെങ്കിലും എന്തൊക്കെയാണ് ഡൈപ്പർ ബാഗിൽ വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കില്ലേ. ഞാനൊരു നോർമൽ പേഴ്സൺ ആയിട്ടാണ് പറയുന്നത്. ഒരുപാട് എന്താ പറയുക, മണി സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഒരു ഡൈപ്പർ ബാഗ് ഉണ്ട് കേട്ടോ. ആമസോണിലൊക്കെ ഒരുപാട് 1500-നും 1600-നും ഒക്കെ ഉണ്ട്. ഞാനത് വാങ്ങിക്കേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല കൺവീനിയൻ്റ് ആണ്. ബട്ട് എനിക്ക് ഇത് ഭയങ്കര ഒരു കൺവീനിയൻ്റ് ആയി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ബാഗിനെ ഡൈപ്പർ ബാഗായിട്ട് കൺവേർട്ട് ചെയ്തത്. ഇതിൽ കുറേ മീൻസ് അറകളുണ്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കതൊരു കംഫർട്ട് ലെവൽ ആയിരുന്നു. അതുകൊണ്ട് ഞാനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് 2-side ബാഗ് ഉണ്ടെങ്കിൽ എപ്പോഴും ഡൈപ്പർ ബാഗായിട്ട് 2-side ബാഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിങ്ങനെ ഷോൾഡറിൽ ഇട്ടിട്ട് പോകാനൊക്കെ ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും കേട്ടോ. എഗെയിൻ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്, വോയിസ് കുറച്ച് ഇതായിരിക്കും, അപ്പോൾ ക്ഷമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ എപ്പോഴും ബെഡിലിരുന്നിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇവൻ്റെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആള്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നോക്കാനൊക്കെ സൗകര്യമായിരിക്കുമല്ലോ. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുന്നില്ല. വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നല്ല നല്ല വീഡിയോസ് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ നമുക്കൊരു പ്രചോദനമാണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം പോവാം. ഞാൻ ഈ ബാഗ് വന്നിട്ട് മോന് ഒരു 2.5 വയസ്സ് 3 വയസ്സിലൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയാണ്. ഈവൻ ആ സമയത്തും അവന് ചിലപ്പോൾ അവന് ഈ പുറത്ത് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ പാൽ കുടിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ബാഗിൽ അവന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഇവള് ജനിച്ച ശേഷവും ഞാൻ ഈ ബാഗ് തന്നെയാണ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡൈപ്പർ ബാഗ് വാങ്ങുകയാണെങ്കിൽ ഡൈപ്പർ ബാഗിൽ ഇപ്പോൾ കുപ്പി വയ്ക്കാനുള്ള അറകൾ, വേറെ വാട്ടർ ബോട്ടിൽ വയ്ക്കാനുള്ള അറകളൊക്കെ സെപ്പറേറ്റ് ഉണ്ടാവും. ഇതിൽ അങ്ങനെയൊന്നുമില്ല. ഇതിൽ പക്ഷേ സൈഡിലാണ് ഞാൻ വെക്കാറ് കുപ്പികൾ. 2 സൈഡിൽ പുറത്ത് തന്നെയുണ്ട്. പെട്ടെന്ന് എടുക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റും. അതിനുള്ളിലൊക്കെ ആയിരിക്കും. ഇതിൽ പക്ഷേ എനിക്കിതിന് 2 സൈഡിൽ അറകളുണ്ട്. ഇങ്ങനത്തെ ബാഗിൻ്റെ ലിങ്ക്സും ഞാൻ നിങ്ങൾക്ക് തരാം. മേ ബി 800 rupees നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇപ്പം നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വലിച്ചു വാരി എടുത്തിട്ട് പോകാറില്ല കേട്ടോ. കാരണം മോസ്റ്റ്ലി ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ വെറുതെ കുത്തി ബാഗിൻ്റെ ഉള്ളിൽ വെക്കും, പക്ഷെ യൂസ് ചെയ്യില്ല. വൺ തിങ്, ഇതിപ്പോൾ 0 to 3 months വരെയുള്ള കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ആവശ്യമായിരിക്കും. ബട്ട് ദോസ് തിങ്സ് ഐ യൂസ് ടു ക്യാരി ഫോർ 6 months വരെ. ഇപ്പോഴും ഞാൻ അവൾക്ക് ക്യാരി ചെയ്യാറുണ്ട്. ജസ്റ്റ് ഇൻ കേസ് ന്യൂ ബോൺ ആണെന്ന് പറഞ്ഞിട്ട് അത് കുറേ മാറ്റിയിട്ട് ഞാൻ മാറ്റിയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈവൻ ജനിച്ച സമയം തൊട്ട് എന്തൊക്കെയാണോ കൊണ്ടുപോകുന്നത്, കാരണം സ്റ്റിൽ അവൾ ഫീഡിങ് ആയതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഫസ്റ്റ് തിങ്, ഓൾ യു നോ, എല്ലാവർക്കും അറിയാം, ഡയപ്പർ മറക്കരുത് കേട്ടോ. ഡയപ്പർ എടുത്ത് വെക്കാൻ മറക്കരുത്. എന്തെടുത്ത് വെക്കാൻ മറന്നാലും ഡയപ്പർ എടുത്ത് വെക്കാൻ മറക്കരുത്. ഞാൻ വന്നിട്ട് ഡയപ്പർ ഒരു 5 എണ്ണമെങ്കിലും മിനിമം എപ്പോഴും എടുത്ത് വെക്കാറുണ്ട്. 1 day ട്രാവലൊക്കെയാണ് കേട്ടോ. രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ നമുക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെക്കേണ്ട ഒരു സാധനമാണ് വെറ്റ് വൈപ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴൊക്കെ നമുക്ക് അവൾക്ക് വാഷ് ചെയ്തൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 8 months ഒക്കെ ആയല്ലോ. ചിലക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്യും. ബട്ട് നമുക്ക് എന്ത് സിറ്റുവേഷനിലാണ് നമ്മൾ ഉള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇൻ കേസ് അവരെങ്ങാനും ഇതാവുകയാണെങ്കിൽ, സ്പോട്ടി എങ്ങാനും ചെയ്യുകയാണ്, ഇവൻ ഡൈപ്പർ നിറഞ്ഞു പോവുകയാണെങ്കിൽ അവരൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് മെയിനായിട്ട് എടുത്ത് വയ്ക്കും. ഒരിക്കൽ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് മറന്നിട്ട് ഒന്നുണ്ടായിരുന്നു. അവൈലബിൾ എവ്രിവെയർ, ബട്ട് ഈവൻ ദോ നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഒരു സേഫ്റ്റിയാണ്. പെട്ടെന്ന് എങ്ങാനും ഇങ്ങനത്തെ നമ്മൾ ഓൺലൈനിൽ ഈ ഒരു സാധനത്തിന് ഡബിൾ റേറ്റ് ആണ് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ എപ്പോഴും ഡൈപ്പർ ബാഗിൽ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇത്. ന്യൂ ബോൺ തൊട്ട് ചെയ്യേണ്ട സംഭവമാണ്. ഇവൻ ഇപ്പോഴും ഞാൻ മോൾക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ
0 to 6 months ആയാലും 6 to 12 months ആയാലും ഈ ഒരു 2 കാര്യങ്ങൾ മാൻഡേറ്ററി ആണ്. അപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കുന്നു. ലാസ്റ്റ് പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ബോട്ടിൽ വന്നിട്ട്. ഈ ബോട്ടിൽ നിങ്ങൾക്ക് വന്നിട്ട് പാല് നിറച്ച് കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം, ഇപ്പം എക്സ്പ്രസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ വെള്ളം വേണ്ടവർക്ക് വെള്ളമായിട്ട് വെക്കാം. കുപ്പിയിൽ കുടിക്കുന്നവർ വെള്ളമായിട്ടാണെങ്കിൽ ഒരു ബോട്ടിൽ കരുതുക എപ്പോഴും. വെള്ളം വേണ്ടവർക്ക് എക്സ്പ്രസ് ചെയ്ത് വെക്കുന്നവർക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് കൊണ്ടുപോകാവുന്നതാണ്. അല്ലെങ്കിൽ ഈ മറ്റേ ഫോർമുല മിൽക്ക് ആണെങ്കിൽ ബോട്ടിലിൽ വെച്ചിട്ട് വേണ്ടുന്ന ഒരു 3-4 സ്പൂൺ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ചൂടുവെള്ളം വേറൊരു ബോട്ടിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. വെള്ളം കൊണ്ടുപോകുന്നവർക്കും വെള്ളം കൊണ്ടുപോകാം. ഞാനിപ്പോൾ സാധാരണ വെള്ളം കൊണ്ടുപോവാണ്, കാരണം അവൾക്കിപ്പോൾ ഫോർമുലയും ഇതൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു ബോട്ടിൽ ഡയപ്പർ ബാഗിൽ മസ്റ്റായിട്ട് വെക്കണം. നെക്സ്റ്റ് ഞാൻ കൈ കരുതുന്ന ഒരു കാര്യമാണ് ഒരു മിനി ടർക്കി മാതിരി കരുതും കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും വെള്ളാവ്, ഇപ്പൊ കുടിക്കുമ്പോൾ വെള്ളാവ്, മോൻ കഴുകി കൊടുക്കുക, പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലെന്ന് വിചാരിച്ച് വെക്കുന്നതാണ് ഈ ഒരു ടർക്കി. ഞാനിത് ഇവിടെ വെക്കുന്നുണ്ട്, ഒരുമിച്ചിട്ട് ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇതൊരു മെയിനായിട്ട് വരുന്നത് ഒരു ടവൽ പോലെയാണ് കേട്ടോ. ഒരു നമുക്കിപ്പം സ്വാഡിൽ ടവൽ എന്ന് പറയില്ലേ, സ്വാഡിൽ റാപ്പായിരുന്നു ഇത്. ഇങ്ങനത്തെ ഒരു ടവല് വെക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളൊക്കെയാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ സ്വാഡിൽ ചെയ്യാൻ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കവർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സപ്പോസ് ഇപ്പോൾ അവർക്ക് തണുക്കുന്നുണ്ട്, കാറിലൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു ടവൽ യൂസ് ചെയ്യും. കുറച്ച് കട്ടിയുള്ളതോ കട്ടിയില്ലാത്തതോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഒരു ടവൽ എന്ത് യൂസാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ടവൽ എപ്പോഴും വെക്കാറുണ്ട്. കാരണം എനിക്ക് കൂടുതൽ യൂസ് ആവുന്നത് ഫീഡ് ചെയ്യുമ്പോഴാണ്. പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കാറിലാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴും ഫീഡ് ചെയ്യുമ്പോൾ എനിക്കിത് യൂസ് ആവാം. നെക്സ്റ്റ് ഒരു ഡൈപ്പർ ചേഞ്ചിങ് ഷീറ്റാണ് ഞാൻ എടുത്ത് വെക്കാറ്. ഇൻ കേസ് അത് എടുത്ത് വെക്കില്ലെങ്കിൽ ഒരു കട്ടിയുള്ളൊരു ടർക്കി പോലെയോ വല്ലതുമൊക്കെ എടുത്ത് വെക്കുക. കാരണം ഇൻ കേസ് ഡൈപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കാറിൽ വെച്ചിട്ടോ പുറത്തെവിടെയെങ്കിലും വെച്ചിട്ടോ നമുക്കത് ഒരു സിംഗിളിൻ്റെയൊക്കെ കിട്ടുമല്ലോ, സിംഗിൾ ഷീറ്റ് കിട്ടും. അത് വാങ്ങി വയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് ഡൈപ്പർ ചേഞ്ചിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു സംഭവമാണ് ഈ റബ്ബർ ഷീറ്റ് എന്ന് പറയുന്നത്. വെള്ളം താഴേക്ക് ഇറങ്ങാത്തൊരു സംഭവമാണ്. ഏറ്റവും യൂസ്ഫുൾ ആണ് ഇത്. ഈവൻ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതുക. നമുക്ക് ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോർ മോർ സേഫ്റ്റി, നമുക്ക് എവിടെയും സ്പ്രെഡ് ആവാൻ സാധ്യതയില്ല. കാരണം 3 മാസമൊക്കെ കഴിഞ്ഞ് അനങ്ങാൻ തുടങ്ങിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയാണെങ്കിൽ ഇതൊന്ന് സേഫ്റ്റിക്ക് വെക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ഒരു ഹാങ്കി കരുതുക. ഹാങ്കിയോ നിങ്ങൾ ഇപ്പോൾ കുട്ടികൾക്ക്, ഞാൻ കർച്ചീഫായിട്ടാണ് കരുതുക. ചിലപ്പോൾ ഇൻ കേസ് കോൾഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കോൾഡ് ഉണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക, റണ്ണിങ് നോസ്, ഇപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആവുക, വല്ലതൊക്കെ ചെയ്യുക, ഫീഡ് ചെയ്യുമ്പോഴും ചിലപ്പോൾ പാലൊക്കെ ഇവിടെ ആവുകയാണെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാങ്കി കരുതുക. 2 എണ്ണം വേണമെങ്കിലും കരുതാം. അഡീഷണലി നിങ്ങളൊരു ഹാങ്കി ഡൈപ്പർ ബാഗിൽ കരുതേണ്ടതാണ്. പിന്നെ ഞാൻ വെക്കുന്നത് ഒരു ക്യാപ്പാണ് എപ്പോഴും വെക്കാറുള്ളത്. ചിലപ്പോൾ ലോങ് ഒക്കെയാണ്, AC പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ വെതർ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു ക്യാപ്പ് വെക്കാറുണ്ട്. ക്യാപ്പ് വന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെവി കൂടെ കാറ്റ് കയറില്ല. കോൾഡ് വരുന്നതിൽ നിന്ന് നമുക്ക് ഒരുപാട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഈ AC ട്രാവൽ ചെയ്യുമ്പോൾ കുട്ടികൾ സിക്കാവും ഭയങ്കര ഈസിയാണ്. അതുകൊണ്ടാണ് ഞാനിത് ക്യാപ്പ് എടുക്കുന്നത്. ഒരു ക്യാപ്പ് ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. ഒരു 2-3 hours ഒക്കെ ഇപ്പോൾ കാറിലാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ക്യാപ്പ് ഞാൻ ഡൈപ്പർ ബാഗിൽ വെക്കാറുണ്ട്. 1 നോസിൽ ഡ്രോപ്പ് ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ AC ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രാത്രിയൊക്കെ കാറ്റിൽ ബസ്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൽ പെട്ടെന്ന് അവർക്ക് നോസ് ബ്ലോക്ക് വരാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും കയ്യിൽ വെക്കുന്ന ഒരു സാധനമാണ് ഈ നേസൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അവർക്കൊന്നത് അവിടെ വെച്ചിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നേസൽ ഡ്രോപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബേസിക് ആയിട്ടുള്ള മെഡിസിൻസും ഞാൻ ഡൈപ്പർ ബാഗിൽ കീപ്പ് ചെയ്യാറുണ്ട്. നിങ്ങൾ വിചാരിക്കും ഡൈപ്പർ ബാഗിൽ എന്തൊക്കെയാണെന്നുള്ളത്. അതെ, ഇതൊരു മിനി കലവറ തന്നെയാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, കുഞ്ഞു കുട്ടികളെ വെച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 2-2.5 വയസ്സാവുന്നവരെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഈ ഡൈപ്പർ ബാഗിൽ ക്യാരി ചെയ്യേണ്ടി വരും. പിന്നെ ഒരു മിനി ബേബിയുടെ കോമ്പ് വെക്കാറുണ്ട്. സപ്പോസ് ഇപ്പോൾ ഉറങ്ങിയൊക്കെ എണീക്കുമ്പോൾ മുടി ഭയങ്കരമായിട്ട് ഇതാവും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കോമ്പ് വെക്കാറുണ്ട്. കുഞ്ഞു കുട്ടികളാണെങ്കിലും വെക്കുന്ന ബ്രഷ് പോലെ വല്ലതും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ നിന്ന് ബ്രഷ് മിസ്സായിപ്പോയി, എവിടെയോ കുട്ടികൾ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അത് കാണുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കോമ്പാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അവളെ ഹെഡൊക്കെ ഭയങ്കര എന്താ പറയുക, ഉറച്ചുല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സംഭവമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ജോഡി എക്സ്ട്രാ ഡ്രസ്സ് വെക്കുക. ആസ് യു നോ, കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബേർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ ചിലപ്പോൾ കേടുവരും, അല്ലെങ്കിൽ വൃത്തികേടാവും.
ആ സമയങ്ങളിൽ നമുക്ക് ഒരു അഡീഷണൽ ഡ്രസ്സ് എപ്പോഴും ഹാൻഡി ആയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 1 or 2 വെക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് ഒരു ഡ്രസ്സ് വെക്കുന്നു. മോസ്റ്റ്ലി നമുക്ക് മേലെ ആയിരിക്കും വൃത്തികേടാവുക. ലോങ് ഒക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ നാട്ടിലേക്കൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം കൂടെ വെക്കാറുണ്ട്. നോസ് ബ്ലോക്ക് ആകുമ്പോൾ ചെയ്തെടുക്കാനുള്ള ഒരു സംഭവമാണ്. നോസ് റിമൂവ് ചെയ്തെടുക്കാനുള്ള സംഭവമാണ്. നിങ്ങൾക്ക് എല്ലാവരും അറിയാം. അതിൻ്റെ പേര് എക്സാക്ട്ലി എനിക്കറിയില്ല. ഇത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏറ്റവും യൂസ് ആണ്. കാരണം ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതൽ ഒരുപാട് ഇഷ്യൂസ് വരാൻ, നോസ് ബ്ലോക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അത് ഞാൻ വെക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബേസിക് മെഡിസിൻസും ഇതും വെക്കാറുണ്ട്. മോയ്സ്ചറൈസർ ഞാൻ ബാഗിൽ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായി തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടികൾക്ക് എപ്പോഴും കൈയൊക്കെ ചിലപ്പോൾ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ കാറ്റത്തൊക്കെ ഡ്രൈ ആവും. ചിലപ്പോൾ ഇവൾക്ക് മുഖമൊക്കെ അവിടെ ഡ്രൈ ആവുന്നത് കാണാറുണ്ട്. അപ്പം ഞാൻ ഇത് തൊഴിച്ചു കൊടുക്കാറുണ്ട്. മോയ്സ്ചറൈസർ വെക്കാറുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യാവുന്നവർക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. രണ്ടുപേർക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹാൻഡി ആയിട്ട് വെക്കാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. മീൻസ് ഹാൻഡ് ബാഗിൽ വെക്കുന്നത്. ആൻഡ് ഐ കീപ് ഓൾവേസ് സ്മോൾ ടോയ്സ്. ഇതിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. കാറിൽ പോകുമ്പോൾ കുറച്ച് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടോയ്സ് എടുത്ത് വെക്കാറുണ്ട്. 2-3 ടോയ്സ്. ടീത്തർ എടുത്ത് വെക്കാറുണ്ട്. ആൻഡ് ഫൈനലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുന്ന കാര്യമാണ് സാനിറ്റൈസർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിലിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് പോകുന്ന വഴിക്ക് വാങ്ങിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും നിങ്ങൾ മറക്കരുത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഒരാൾ എണീച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് തിങ്സ് ആയിട്ട് ഞാൻ കൊണ്ടുപോകാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണലി ആഡ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് കൊണ്ടുപോകാറ്. നിങ്ങൾക്ക് വന്നിട്ട് ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാനത് എങ്ങനെയാണ് ഈ ബാഗ് അറേഞ്ച് ചെയ്യുന്നതെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം. എടുത്തു വെച്ച സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പോവുകയാണ്. ഇതിൽ ഞാൻ ആദ്യം മിനിമലായിട്ടുള്ള, അതായത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം കേട്ടോ. ഈ അറയിൽ ഇവിടെ ഒരു ഇതുണ്ട്. അതിൽ വന്നിട്ട് ഈ ഒരു അറയിൽ വന്നിട്ട് ഞാൻ ഇവളുടെ ടോയ്സൊക്കെ വെക്കുകയാണ്. ഈ ടോയ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ വെക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്നിട്ട് ഹാൻഡ് കർച്ചീഫ്സ് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം നമുക്ക്. ആൻഡ് ഇതിൽ വന്നിട്ട് എനിക്ക് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നേസൽ ഡ്രോപ്സും ഇതും വെക്കുന്നുണ്ട്. ഇപ്പോൾ ബേബി വിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതും വെക്കാം കേട്ടോ. ഞാൻ അതും കൂടെ ഒന്ന് വെക്കുന്നുണ്ട്. ബേബി വിക്സ് വന്നിട്ട് വെക്കുന്നുണ്ട്. ഇനിയാണ് ഇത് മെയിൻ ഇത് വന്നിട്ട്. ഇതിനകത്തും കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് വെക്കാം. അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് ഈ ഷീറ്റ് വന്നിട്ട് ഇതിനുള്ളിൽ വെക്കാൻ പോവുകയാണ്. കാരണം ഇത് വെരി റഫ്ലി ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കാണുന്ന പോലെയല്ല, ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡയപ്പർ വെക്കുന്നുണ്ട്. ആൻഡ് ടിഷ്യൂ വെക്കുന്നുണ്ട്. കണ്ടോ, ഇതിൽ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഏറ്റവും മേലെ വന്നിട്ട് ഇതിപ്പോൾ ഈ ഹാൻഡ് കർച്ചീഫ്സ് ഇതൊക്കെ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് അടിയിൽ വെച്ചിട്ട് നമുക്കിത് മേലേക്ക് വെക്കാം. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കയ്യിലെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഡ്രസ്സും വെക്കുന്നുണ്ട്. ഡ്രസ്സ് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ വെക്കാൻ പോവുകയാണ് കേട്ടോ. കാരണം അധികം എടുക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ രീതിയാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. നിങ്ങൾ അയ്യോ ഇതൊന്നും ഇങ്ങനെ കംഫർട്ടബിൾ അല്ല അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ രീതി മാത്രമാണ് പറയുന്നത്. ഞാൻ ഇത് ഇനി ബോട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ സൈഡിൽ വെക്കാവുന്നതാണ്. ഇതാ വീഴോ പിടിക്കോ ഒന്നും ചെയ്യില്ല. ആൻഡ് ഫൈനലി ഈ മോയ്സ്ചറൈസർ വെക്കുന്നുണ്ട് സൈഡിൽ കേട്ടോ, ഇങ്ങനെ. ആൻഡ് നമുക്ക് ഇപ്പോൾ ഈ അറ ഒന്ന് ക്ലോസ് ചെയ്ത് വിടാം. ഇനി ഇതിങ്ങനെ അടയ്ക്കാം. ഇവിടെ വേണമെങ്കിൽ ഞാൻ ഇനി ബാക്കിലും ഒരു ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. അതിൽ വന്നിട്ട് ഞാനിതപ്പോൾ കോമ്പ് വെക്കുകയാണ്. സാനിറ്റൈസർ ഞാൻ പറഞ്ഞില്ലേ, സാനിറ്റൈസർ ഞാൻ എപ്പോഴും ഹാൻഡി ആയിട്ട് ഒന്നുമില്ലെങ്കിൽ ഇവിടെ വെക്കും, അല്ലെങ്കിൽ ഇവിടെ വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡൈപ്പർ ബാഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ ഡൈപ്പർ ബാഗ് എന്ന് പറയുന്നത്. കേട്ടോ, അടിപൊളിയായിട്ട് സെറ്റ് ഗോ. സോ അപ്പോൾ ഇതാണ് എൻ്റെ വലിയ ചെറിയ ഡൈപ്പർ ബാഗ് എന്ന് പറയുന്നത്. അത്രയും ഇങ്ങനത്തെ ഒരേ ഒരു ടിപ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഷോൾഡർ ബാഗ് മാത്രം വാങ്ങിക്കാൻ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ കൊണ്ടുപോകുന്ന അറിയാമല്ലോ അല്ലേ. ഇതുപോലത്തെ ബാഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവൻ നിങ്ങൾക്ക് പ്രോപ്പർ ഡൈപ്പർ ബാഗാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഡൈപ്പർ ബാഗ് കൊടുക്കാം. ഇവിടെ ഒരാൾ എണീച്ചിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്, പിടിച്ചു പിടിക്കാനാണ് വരുന്നത്. സോ അപ്പോൾ ഞങ്ങളെ ഈ
വീഡിയോസ് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ, ടേക്ക് കെയർ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. ഹാൻഡ് ബാഗിനെ ഞാൻ എങ്ങനെയാണ് ഡൈപ്പർ ബാഗായിട്ട് ചേഞ്ച് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. റിക്വസ്റ്റാണ്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.